എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് അമ്മയും ഭാര്യയും. ഒരാൾ നമുക്ക് ജന്മം നൽകി വളർത്തി അൺകണ്ടീഷണൽ സ്നേഹം തന്നു. മറ്റേയാൾ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ഭാവിക്ക് കൂട്ടായി നമ്മുടെ ഒപ്പമുള്ള ഒരാളാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി കൂടെ നിൽക്കുന്നു. ഈ രണ്ട് ബന്ധങ്ങൾക്കിടയിലും ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് ഓരോ ഭർത്താവിനും ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം ഈ ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് അമ്മ. നിങ്ങളെ രൂപപ്പെടുത്തിയ ശക്തിയാണ്. ആ സ്നേഹം ഒരിക്കലും കുറയുകയുമില്ല. എന്നാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഇനിയുള്ള ജീവിതമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത് കൂടെ കൂട്ടിയ പങ്കാളിയാണ്. പുതിയൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തിയാണ്. വിവാഹശേഷം നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറേണ്ടതുണ്ട്. ഭാര്യയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത പങ്കാളിയെ തിരിച്ചറിയുകയും ആളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറുക എന്നതും പ്രധാനമാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. അമ്മയെ അവഗണിക്കുക എന്നല്ല ഇതിനർത്ഥം, മറിച്ച് ഭാര്യയെ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക എന്നതാണ്. കാരണം നിങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യമാണ് മുൻപോട്ടുള്ള ജീവിതത്തിന് ഊർജം നൽകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ ആശയവിനിമയമാണ്. അമ്മയോട് സംസാരിക്കുക എന്നതാണ് ഒന്നാമത്തെ കടമ്പ. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, ഭാര്യയുമായുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ, പുതിയ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയെക്കുറിച്ച് അമ്മയോട് തുറന്ന് സ്നേഹത്തോടെയും സംസാരിക്കുക. ഭാര്യയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും അമ്മയുടെ സ്ഥാനത്തിന് മാറ്റമില്ലെന്ന് ഉറപ്പു കൊടുക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പങ്കാളിയോടും സംസാരിക്കുക. അമ്മയുടെ വികാരങ്ങളെക്കുറിച്ചും അവർ നിങ്ങൾക്കായി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ചും ഭാര്യയോട് തുറന്ന് സംസാരിക്കേണ്ടതും പ്രധാനമാണ്. അതുപോലെ ഭാര്യയുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളും ക്ഷമയോടെ കേട്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് ഉറപ്പു കൊടുക്കേണ്ടതും ഒരു പ്രധാന കാര്യമാണ്. എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ ഒരിക്കലും പക്ഷം ചേരാതെ ഒരു മീഡിയേറ്റർ റോളിൽ നിന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. രണ്ടുപേരുടെയും വികാരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് ബൗണ്ടറീസ് അത്യാവശ്യമാണ്. നിങ്ങളുടെ പുതിയ കുടുംബജീവിതത്തിലെ തീരുമാനങ്ങൾ, അതായത് സാമ്പത്തികം, കുട്ടികളുടെ കാര്യങ്ങൾ, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഭാര്യയും ഭർത്താവും ചേർന്നായിരിക്കണം എടുക്കേണ്ടത്. മറ്റുള്ളവരുടെ ഇടപെടലുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കണം. അതുപോലെ നിങ്ങളുടെ ഭാര്യയുടെ സ്വകാര്യതയെ ബഹുമാനിക്കണം. അമ്മയുടെ പഴയ ശീലങ്ങളോ ഇഷ്ടങ്ങളോ ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒപ്പമുള്ള സമയം തുല്യമായി നൽകാൻ ശ്രമിക്കുക. ഭാര്യയ്ക്ക് വേണ്ടി മാത്രമുള്ള സമയം, അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള സമയം എന്നിവ വേർതിരിക്കണം. ഇത് ഒരാൾക്ക് മാത്രം മുൻഗണന നൽകുന്നതായി തോന്നരുത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ കൃത്യമായി ചില ഇടപെടലുകൾ നടത്തണം. ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും അവർക്ക് നേരെയുണ്ടാകുന്ന അനാവശ്യ ഇടപെടലുകളിൽ അവൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഭാര്യയെ കൊണ്ട് മാത്രം പറയിക്കാതെ നിങ്ങൾ മുൻകൈയെടുത്ത് സംസാരിക്കണം. അതോടൊപ്പം അമ്മയും ഭാര്യയും പരസ്പര ബഹുമാനത്തോടെ റെസ്പെക്ട്ഫുള്ളി പെരുമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രണ്ടുപേരെയും പരസ്യമായി അഭിനന്ദിക്കുകയും അവരെ സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. രണ്ടുപേരുടെയും വികാരങ്ങളെ ഉൾക്കൊള്ളാനും ശ്രമിക്കണം. രണ്ടുപേർക്കും നിങ്ങളോടുള്ള സ്നേഹമാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട വ്യക്തിയുമാണ്. അമ്മയുടെ സ്ഥാനം ആർക്കും എടുക്കാനാകില്ല. അതുപോലെ തന്നെയാണ് ഭാര്യയുടെ സ്ഥാനവും. നിങ്ങളൊരു നല്ല ഭർത്താവാകുമ്പോൾ നിങ്ങളൊരു നല്ല മകനായി തുടരുക തന്നെയാണ് ചെയ്യുന്നത്.